രാമായണത്തെ നമ്മൾ ഗൗരവപൂർവ്വം പഠിക്കുമ്പോൾ, അങ്ങനെ ഗൗരവപൂർവ്വം പഠിക്കുമ്പോൾ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഗൗരവപൂർവ്വം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്കതിനകത്തേക്ക് പ്രവേശിക്കുക കൂടി ചെയ്യാം. അതൊരു യാന്ത്രിക പ്രവൃത്തിയായി പോവാതെ നമുക്കതിലേക്ക് അതിൻ്റെ സത്ത എന്താണെന്ന് അന്വേഷിച്ചിറങ്ങുക കൂടി ചെയ്താൽ നമുക്ക് പുതിയ ചില ബോധ്യങ്ങളുണ്ടാവും. എഴുത്തച്ഛനെക്കുറിച്ച് നമ്മൾ ധാരാളമായി പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ദിവസങ്ങളിലെല്ലാം. അങ്ങനെ നമ്മൾ പ്രശംസിക്കാതിരിക്കുന്നത് എങ്ങനെ? പ്രകടമായ വലിയ സംഘടിത ശക്തികൾ ചേർന്ന് നടത്തുന്ന വലിയ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കുമൊക്കെ ലോക ചരിത്രത്തിൽ മഹാസ്ഥാനങ്ങളുണ്ട്. കാരണം അവ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഗതി മാറ്റുക മാത്രമല്ല, ജീവിതത്തിൻ്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട്. എല്ലാ മാറ്റങ്ങളും അടിസ്ഥാനപരമായി നമ്മൾ സംഘടിതമായി നടത്തുന്നതായാലും വ്യക്തിപരമായി നടത്തുന്നതായാലും അത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സ്വഭാവം നിർണ്ണയിക്കണം. ആ സ്വഭാവത്തിന് മഹിമയുണ്ടാക്കി കൊടുക്കണം. സ്വഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, നമ്മൾ ഈ സ്വഭാവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായി നമ്മൾ സാധാരണ ധരിച്ചിട്ടുള്ളത് വളരെ മര്യാദക്കാരനായി പെരുമാറുക എന്നാണ്. സ്വഭാവം എന്നാൽ അതല്ല, നമ്മളുടെ ആത്മഭാവമാണ് സ്വഭാവം. നമ്മളുടെ ഉള്ളിൽ എന്താണോ അതിനെ പരിഷ്കരിക്കാൻ കഴിയുന്ന എല്ലാറ്റിനെയും സമൂഹത്തിന് സ്വീകരിക്കാം. അതിനെ പരിഷ്കരിക്കുന്ന എല്ലാറ്റിനെയും സ്വീകരിച്ചിട്ടുണ്ട്. എഴുത്തച്ഛനെ എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എഴുത്തച്ഛൻ ഈ ആത്മഭാവത്തെ പരിഷ്കരിച്ച ആളായതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ആത്മഭാവത്തെ പരിഷ്കരിച്ചു. എന്നതിന് കേരളമെന്നല്ല പേരെങ്കിലും, ഈ ഭാഷ സംസാരിക്കുന്നവൻ്റെ ആത്മഭാവത്തെ പരിഷ്കരിച്ചു. ആ ആത്മഭാവത്തെ പരിഷ്കരിച്ചത് നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ പലതവണ ആവർത്തിച്ചിട്ടുള്ളതുപോലെ അതതിൻ്റെ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, പകരം അന്ന് വരെ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതത്തിലേക്ക് എഴുത്തച്ഛൻ പുതിയ ഊർജം കടത്തിവിട്ടു. ഇന്നലെ വരെ വായിച്ചിട്ടില്ലാത്തവന് വായിക്കാം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു. ഇന്നലെ വരെ ആലോചിച്ചിട്ടില്ലാത്തവന് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു വിപ്ലവമാണ്. ഇന്നലെ വരെ ചിന്തിക്കാൻ അവകാശമില്ല, നീ ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി, നിനക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിക്കും എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എഴുത്തച്ഛൻ മലയാളിയോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതായി ചിന്തിക്കാം എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായി പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആരാധനാമൂർത്തിയായി നിങ്ങൾ പറയുന്ന ശ്രീരാമനെ സ്വീകരിക്കാം. നിങ്ങൾക്ക് സ്വന്തമായി സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതേക്കുറിച്ചുള്ള വലിയ ഗഹനമായ ആലോചനകളിലേക്ക് കൂടി അത് നയിക്കപ്പെടണം എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. നമ്മളുടെ അധ്യാത്മരാമായണത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അധ്യാത്മരാമായണത്തിൻ്റെ പല പല ഭാഗങ്ങളിലായി എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക അവബോധത്തെ വിതറിയിട്ടിട്ടുണ്ട്. അഹല്യാമോക്ഷം നമ്മൾ വളരെ വിശദമായി പിന്നീടൊരിക്കൽ സംസാരിക്കേണ്ടതാണ്. എങ്കിലും അഹല്യാമോക്ഷത്തിൻ്റെ സന്ദർഭത്തിൽ ഈ മോക്ഷത്തിന് ശേഷം അഹല്യ നടത്തുന്ന ശ്രീരാമസ്തുതിയുണ്ട്. ശ്രീരാമസ്തുതി, ആ ശ്രീരാമസ്തുതിക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഞാനതിൻ്റെ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. മറ്റൊരിക്കൽ നമുക്കതിൻ്റെ വേറൊരു ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചേ മതിയാവും. കാരണം രാമായണം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അഹല്യ എന്ന കഥാപാത്രം അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് പക്ഷേ ഇവിടെ അതല്ല പ്രസക്തമായിട്ടുള്ളത്. ആ അഹല്യാമോക്ഷത്തിൻ്റെ ശ്രീരാമനെക്കുറിച്ച് പറയുന്നതിൻ്റെ സ്തുതിച്ചിട്ട് അഹല്യ ഒരു ഫലശ്രുതി പറയുന്നുണ്ട്. അതിന് ഇതെങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്നതിൻ്റെ ഒരു ഫലശ്രുതി അതിങ്ങനെയാണ്: പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാം. പുത്രനെ ആഗ്രഹിക്കുന്നവൻ ജപിച്ചാൽ അവന് പുത്രനുണ്ടാവും, ധനം ആഗ്രഹിക്കുന്നവൻ ഇത് ജപിച്ചാൽ അവന് ധനമുണ്ടാകും. ഇനി കുറച്ചാളുകളുടെ കാര്യം പറയുന്നു, ഇവർക്കും ഇതാകാം എന്ന്. ഗുരുതൽപകൻ, കനകസ്തേയി, സുരാപായി, ധരണീസുരഹന്ത, പിതൃമാതൃഹാഭോഗി, പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ച് ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം എന്ന്. ഇതിൽ പറയുന്ന ഈ പദങ്ങളൊക്കെ നോക്കണം. ഗുരുതൽപകൻ,
ഗുരുതൽപകൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ മോശപ്പെട്ടൊരർത്ഥവും കൂടിയുണ്ട് കേട്ടോ. ഗുരുവിനെ നിന്ദിക്കുന്നവൻ എന്ന് നമുക്ക് തൽക്കാലം അതിനർത്ഥം പറയാം. കനകസ്തേയി, സ്വർണം മോഷ്ടിക്കുന്നവൻ. സുരാപായി, മദ്യം ഉപയോഗിക്കുന്നവൻ. ധരണീ സുരഹന്ത, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ. ബ്രഹ്മഹത്യ വലിയൊരു പാപമായി പരിഗണിക്കപ്പെട്ടിരുന്നു പണ്ട്. പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്ത് അപഹരിക്കുന്നവൻ. നിരന്തരമായി ഈ ആസ്തിക്യബോധം വെടിഞ്ഞ് ഭയങ്കരമായിട്ട് ഭോഗതൽപരനായി ജീവിക്കുന്നവൻ. പുരുഷാധമൻ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ. ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ആണിനെക്കുറിച്ച് മാത്രം പറയുന്നതല്ല കേട്ടോ. ആണിനെക്കുറിച്ച് മാത്രം പറയുന്നതല്ല. പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യനെക്കുറിച്ച് പറയുന്നതാണ്. പുരുഷാധമൻ, ഇങ്ങനെയുള്ള മനുഷ്യൻ, അധമനായി പോയിട്ടുള്ള ഒരുത്തനുണ്ടെങ്കിൽ അവനും ഈ രാമനാമം ജപിക്കാം എന്നാണ്. അത് രാമനാമം ജപിക്കാം എന്ന ഒരു ചെറിയ കൽപ്പനയിലേക്ക് മാത്രം അത് ഒതുങ്ങുന്നില്ല. നിങ്ങൾ ഈ രാമനാമം ജപിക്കണമെങ്കിൽ, എഴുത്തച്ഛൻ പറഞ്ഞ ഈ രാമനാമം ജപിക്കണമെങ്കിൽ നിങ്ങൾ രാമായണം വായിക്കണം. ആ രാമായണം വായിക്കാൻ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് തിരസ്കൃതരായി എന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് അർഹതയുണ്ടെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുമല്ലോ, ഋതുവായ പെണ്ണിനും ഇരപ്പന് ദാഹകന് പതിതന് അഗ്നിയജനം ചെയ്ത ഭൂസുരന്, ഇവർക്കെല്ലാം ഈ ഹരിനാമകീർത്തനം ഉപയോഗിക്കാമെന്ന് എഴുത്തച്ഛൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അവരുടെ കൂടെ എഴുത്തച്ഛൻ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള അധമകൃത്യങ്ങൾ കൊണ്ട് സമൂഹം എല്ലാ കാലത്തും മാറ്റി നിർത്തുന്ന ഇവരെ കൂടി വിമലീകരിക്കുക എന്ന ഒരു ലക്ഷ്യം എൻ്റെ കർമ്മത്തിനുണ്ട് എന്ന് എഴുത്തച്ഛൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പറയുന്നതിനും അപ്പുറത്തേക്ക് ഈ സാമൂഹിക അവബോധം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇതെന്തോ ഭക്തിയുടെ കാര്യമാണ്, ഇതെന്തോ ഏതോ മതത്തിൻ്റെ കാര്യമാണ്, ഇതൊരു പ്രത്യേക വിഭാഗം, അങ്ങനെയൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ധാരാളം വിഭാഗീയതകൾ കൊണ്ട് നമുക്കങ്ങനെ തോന്നും. ടാഗോർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് ഇടുങ്ങിയ ബോധ്യങ്ങളുടെ ഭിത്തിയാൽ തടസ്സപ്പെടാൻ പാടില്ല. മനസ്സ് വിശാലമാക്കണം നമ്മൾ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് രാമായണം. മലയാളത്തിൽ ജനിച്ച, കേരളത്തിൽ ജനിച്ച് മലയാളം സംസാരിക്കുന്ന സകലർക്കും വേണ്ടിയിട്ടാണ് രാമായണം. അതിൻ്റെ ഭക്തിയുടെ ഭാവം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാം. പക്ഷേ ഇത് കാണാതിരിക്കാൻ പാടില്ല. ഈ തരത്തിൽ സാർവലൗകികമായി നമ്മളുടെ ജീവിതത്തെ എത്രയോ കാലത്തിനും അപ്പുറത്തേക്ക് നീങ്ങി കണ്ടു എന്ന മഹാപ്രതിഭയാണ് എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛൻ്റെ മുമ്പിൽ നമ്മൾ ഓരോ ദിവസവും പ്രണമിച്ചു എന്ന് കരുതിയിട്ട് എന്താണ് പ്രശ്നം? നമ്മളങ്ങനെ പ്രണമിക്കണ്ടേ? എഴുത്തച്ഛനെ പ്രണമിക്കുമ്പോൾ നമ്മൾ ഓരോ കവിയെയും പ്രണമിക്കുന്നു, അതിനു മുമ്പുള്ള കവിയെ പ്രണമിക്കുന്നു. ഞാനിപ്പോൾ എഴുത്തച്ഛനെ പ്രണമിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് എഴുതി തീർത്ത ഏറ്റവും ഒടുവിലത്തെ കവിയെ ഉൾപ്പെടെ പ്രണമിക്കുന്നു. ഇതൊരു പരമ്പരയെ പ്രണമിക്കലാണ്. അതിനെ നമ്മൾ ഒരിക്കലും അനാസ്ഥയോടുകൂടി കാണാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.